അബുദാബിയിൽ ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 3 കുട്ടികളുടെയും ഖബറടക്കം സൗദിയിൽ തന്നെ നടക്കും. മലപ്പുറം സ്വദേശി അബ്ദുൽ ലത്തീഫും കുടുംബവും സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽ പെട്ടുപോയത്. ഗൂഗിൾ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നലെ രാവിലെയാണ് അബുദാബിയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 3 കുട്ടികളും അവരുടെ വീട്ടുജോലിക്കാരിയും മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. കുടുംബവും വീട്ടുജോലിക്കാരിയും ഉൾപ്പെടെയുള്ള സംഘം ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരവെയായിരുന്നു ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരുന്നത്. ഈ മലപ്പുറം കിഴിശ്ശേരി സ്വദേശിയായിട്ടുള്ള അബ്ദുൾ ലത്തീഫിന്റെയും കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള റുക്സാനയുടെയും കുടുംബമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. അതിന്റെ വേദനയിൽ നിന്ന് ഈ മലപ്പുറം കിഴിശ്ശേരി എന്ന് പറയുന്ന നാട് വിട്ടുമാറിയിട്ടില്ല. ഇപ്പോഴെന്തായാലും അവരുടെ കുടുംബ സുഹൃത്തും ഈ നാട്ടിലെ പൊതുപ്രവർത്തകനൊക്കെ ആയിട്ടുള്ള ആളുകൾ ചേരുകയാണ്. എപ്പോഴായിരുന്നു ഈ അപകട വിവരം അറിഞ്ഞത്? ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിയോട് കൂടിയാണ് ഞങ്ങൾ വിവരം അറിഞ്ഞത്. പക്ഷെ അറിഞ്ഞതിന് ശേഷം ഇവരെ ലത്തീഫിന്റെ ഉപ്പാനും ഉമ്മ എങ്ങനെ അറിയിക്കുന്നുള്ളൊരു വിഷമത്തിലായിരുന്നു ഞങ്ങളെ. പിന്നെ അതിന് ശേഷം പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇത് അപ്പോഴൊക്കെ സംസാരിച്ചു. പക്ഷെ മക്കളിവിടെ 2 മാസം കൂടുമ്പോൾ ഒരു വെക്കേഷൻ ഇവിടെ വന്നിരുന്നു. വളരെ സൗമ്യമായിട്ടുള്ള നല്ല മക്കളായിരുന്നു. വളരെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇവിടുത്തെ മക്കൾക്ക് വളരെ കമ്പനി ആയിട്ടുള്ള ഇതായിരുന്നു. അതേപോലെ ലത്തീഫും നാട്ടിൽ വലിയൊരു വേറെയുള്ള ഒരാളായിരുന്നു. ഒരു വിദേശത്ത് എന്ത് ജോലി ചെയ്യുന്ന കുറെ നാളെ വിദേശത്താണോ? വിദേശത്തായിട്ട് ഇപ്പോൾ ഒരു 15-20 വർഷത്തോളം വിദേശത്ത് സെറ്റിലായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭാര്യയുടെ ഉപ്പയും ഉമ്മയും എല്ലാവരും അവിടെ തന്നെ സെറ്റിലായിട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അബുദാബി തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവർക്കും അപകടം സംഭവിച്ചല്ലോ. 2 കുട്ടികൾ ചികിത്സയിലാണെന്ന് പറയുന്നത്. അബ്ദുൾ ലത്തീഫും ഭാര്യയും ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? നിങ്ങൾ ആരെയും കോൺടാക്ട് ചെയ്യുന്നുണ്ട്? പ്രതികരിക്കുന്നുണ്ട്, മരുന്നുകൾ പ്രതികരിക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല എന്നപ്പം അവിടെ കിട്ടിയ റിപ്പോർട്ട്. ഒരു കുട്ടിക്ക് അല്പം സീരിയസ് ആയിരുന്നു. ഇപ്പോഴേ ഏകദേശം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ICUലാണ് എന്നാണ് പറഞ്ഞത്. ഒരു കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അവന് മൊത്തമുള്ളത് 5 കുട്ടികളാണ്. 5 കുട്ടികൾ 3 കുട്ടികളാണ് തൽക്ഷണം മരണപ്പെട്ടത്. പിന്നെ അവരെ കൂടെ അവിടെ പിന്നെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന ഇതുണ്ട്, അവരും മരിച്ചെന്നാണ് ഇപ്പം ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.